ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പപ്പായ കൊണ്ടുള്ള തോരനാണ് കേട്ടോ വെക്കുന്നത്. ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു പഴമാണ് പപ്പായ. പഴുത്ത പപ്പായ മാത്രമല്ല, പപ്പായയുടെ ഇലയും കുരുവും അതുപോലെ തന്നെ പച്ച പപ്പായ പോലും ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ നമ്മുടെ ഈ പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും പപ്പായ നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നുണ്ട്. വയറുവേദന, മലബന്ധം, അസിഡിറ്റി തുടങ്ങിയ ഒരുപാട് ദഹന പ്രശ്നങ്ങളെ അകറ്റി നിർത്താൻ പപ്പായ കൊണ്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഈ പപ്പായ. അതായത് കുറഞ്ഞ കലോറിയും അതുകൊണ്ട് തന്നെ അന്നജം കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഈ ഒരു പപ്പായ വിശപ്പ് കുറയ്ക്കുകയും അതുപോലെ തന്നെ നമുക്ക് ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. കലോറിയുടെ അളവ് കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ നമ്മുടെ പപ്പായ ഉത്തമമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പപ്പായ ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ള പപ്പായനെ കിട്ടിയാൽ വെറുതെ വിടണ്ട കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പച്ച പപ്പായ വെച്ചിട്ടുള്ളൊരു തോരനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഒരു പച്ച പപ്പായ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പപ്പായ നമുക്കൊന്ന് നടുവേ കണ്ടിച്ചിട്ട് അതിൻ്റെ അകത്തെ കുരുവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ നമുക്ക് ചെറുതായിട്ടൊന്ന് കൊത്തി എരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പപ്പായ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് കടുകും അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കുക. വറ്റൽമുളക് അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ പപ്പായ ചേർക്കുക. അങ്ങനെ ഇതാ പപ്പായ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ, 2 പച്ചമുളക്, 3 ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു പിഞ്ച് നമ്മുടെ നല്ല ജീരകം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഏകദേശം വെന്തിരിക്കുന്ന നമ്മുടെ പപ്പായയിലേക്ക് നമ്മുടെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒരു 2-3 മിനിറ്റും കൂടി നമ്മളൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, എന്നാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.